ഹിസ്റ്ററി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 4 ഇയർ യുജിയുടെ ഭാഗമായി എല്ലാ ഡിപ്പാർട്ട്മെന്റും മൈനർ കോഴ്സുകൾ നൽകാറുണ്ട്. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട മൈനർ കോഴ്സാണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി 1757 ടു ഏർലി 20th സെഞ്ചുറി എന്നത്. നമുക്കറിയാം, ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന അല്ലെങ്കിൽ മോഡേൺ ഇന്ത്യയെക്കുറിച്ച്, ആധുനിക ഇന്ത്യയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും 4 മൊഡ്യൂളുകളാണ് ഇതിലുള്ളത്. ഒന്നാമത്തെ മൊഡ്യൂള് കൊളോണിയലിസത്തിന്റെ ആരംഭത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. അതായത് കൺസോളിഡേഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ ഇൻ ഇന്ത്യ എന്ന മൊഡ്യൂളാണ്. ഇതിൽ വിശദീകരിക്കുന്നത് പ്ലാസി യുദ്ധം മുതൽക്ക്, അല്ലെങ്കിൽ പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആധിപത്യം ഉറപ്പിക്കുന്നത് മുതൽ അതിന്റെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. രണ്ടാമത്തെ മൊഡ്യൂള് കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വളർന്നു വന്ന സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. ഈ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൽ വഹിച്ച പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചും അവരുടെ സംഭാവനകളെക്കുറിച്ചുമാണ് വിശദീകരിക്കുന്നത്. മൂന്നാമത്തെ മൊഡ്യൂളിൽ വിശദീകരിക്കുന്നത് ഇന്ത്യൻ നാഷണലിസം ആദ്യം എങ്ങനെയാണ് ഇന്ത്യയിൽ ഉയർന്നു വന്നത് എന്നതിനെ കുറിച്ചാണ്. അതിനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും അത് ഇന്ത്യൻ നാഷണലിസം എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക്, അതിൽ ബ്രിട്ടീഷുകാരുടെ പങ്ക് എന്തായിരുന്നു, അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കണം. അതായത് ഏർലി ഫേസിൽ ഇന്ത്യൻ നാഷണലിസം വളർന്നു വന്നതിനെ കുറിച്ചാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. നാലാമത്തെ മൊഡ്യൂളിൽ ഇന്ത്യൻ നാഷണലിസം 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ വളർന്നു വന്നതിനെ കുറിച്ചുള്ള വിശദീകരണമാണ്. പുതിയ ഐഡിയോളജികൾ രൂപപ്പെട്ടു വരുന്നതും അത് പാർട്ടീഷൻ ഓഫ് ബംഗാളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയും സ്വദേശി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെയാണ് വിശദീകരിക്കപ്പെടുന്നത്. ഇങ്ങനെ പ്രധാനമായും 4 മൊഡ്യൂളുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മൈനർ കോഴ്സാണ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്ന് പറഞ്ഞാൽ, ഈ കാലഘട്ടത്തിലെ മത്സര പരീക്ഷകളിൽ, പ്രത്യേകിച്ച് PSC പോലുള്ള മത്സര പരീക്ഷകളിൽ ഈ ഒരു ഏരിയ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മത്സര പരീക്ഷകളൊക്കെ എഴുതുന്ന കുട്ടികൾക്ക് വലിയൊരു നേട്ടമായിട്ട് ഈ പേപ്പർ മാറുമെന്നാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥിനികളും ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ഇത് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന സിലബസ് പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.